ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും സന്തോഷത്തോടെ ആ ദൈവവചനം കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആത്മമണ്ഡലത്തെ ഒന്ന് അറിയിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹീതമായ ഈ സമയം ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സത്യവും സാന്നിധ്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെയും മനസ്സുകളെയും ചിന്തകളെയും നവീകരിക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഈ സുവർണാവസരത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ നമുക്കതിനെ ആ സമയത്തെ പ്രയോജനപ്പെടുത്താം. അതിനകത്ത് കർത്താവ് ഇട്ടിരിക്കുന്ന ആത്മീയ അർത്ഥങ്ങളെയും ആത്മീയ ശക്തിയെയും സത്തുകളെയും നമുക്ക് ആർജിച്ചെടുക്കാൻ, അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക കൃപയും ശക്തിയും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കുന്നതിനും തോൽക്കുന്നതിനും കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ വിജയിക്കുന്നതിനും തോൽക്കുന്നതിനും കാരണങ്ങളുണ്ട്. എൻ്റെ വിജയത്തിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്നതുപോലെ എൻ്റെ തോൽവിയുടെയും ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും. ഒരു വ്യക്തി പരാജയപ്പെടുന്നുവെങ്കിൽ മറ്റാരെയും അതിനെ കുറ്റം പറയേണ്ട. അത് അവനിൽ തന്നെ ഉള്ള ചില പക്വതക്കുറവിൻ്റെയും ചിന്താശേഷിയില്ലായ്മയുടെയും പ്രതിഫലനമാണ് പരാജയമായി അവനിൽ വെളിപ്പെട്ടത്. എന്നാൽ ജയിച്ച ഒരു വ്യക്തിയോടുകൂടെ ഇപ്പം നിങ്ങൾ എബ്രഹാം ലിങ്കണോട് പോയി ചോദിച്ചാൽ എബ്രഹാം ലിങ്കൻ്റെ ജയത്തിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തരും. അദ്ദേഹം തോറ്റ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു തരും. അബ്ദുൽ കലാം സാറിനോട് നിങ്ങൾ പോയി ചോദിച്ചാൽ അബ്ദുൽ കലാം സാറിൻ്റെ ജയത്തിൻ്റെ കാരണം എന്താണ്, അതിന് അദ്ദേഹം സഹിച്ച പെയിൻ, ജയത്തിനൊരു പെയിനുണ്ട്. ജയത്തിന് എന്തോ ഉണ്ട്, ഒരു പെയിനുണ്ട്. സക്സസിൻ്റെ പിന്നിലൊരു പെയിനുണ്ട്. അതുപോലെ തന്നെയാണ് പരാജയത്തിൻ്റെ പിന്നിലും ഒരു പെയിനുണ്ട്. ജയത്തിൻ്റെ പിന്നിലെ പെയിൻ എപ്പോഴും പ്രതീക്ഷ നൽകുന്നതായിരിക്കും. എന്നാൽ പരാജയത്തിൻ്റെ പിന്നിലെ പെയിൻ എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അബ്ദുൽ കലാം സാർ പറഞ്ഞു തരും അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നുള്ളത്. ഇവിടെയും നമ്മൾ തോൽവിയുടെ ഒരു കാരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. തോൽവിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം തോൽവിയുടെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആ മെസ്സേജിൽ തന്നെ നമ്മുടെ ജയത്തിൻ്റെ കാരണങ്ങൾ, ആ സാഹചര്യം നമ്മളോട് പഠിപ്പിക്കും. അതാണ് ഈ ഒരു മെസ്സേജിൻ്റെ പ്രത്യേകത. തോൽവിയുടെ കാരണത്തെക്കുറിച്ച് തിരുവെഴുത്തിനകത്ത് നമ്മൾ തോറ്റ ഒരു വ്യക്തിയുടെ കാരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതേ മെസ്സേജ് തന്നെ, അതേ ചിന്ത തന്നെ, അതിനകത്തുള്ള വിവരണങ്ങൾ നമ്മുടെ ജയത്തിലേക്കുള്ള മാർഗത്തെ നമ്മളെ ഉപദേശിച്ചു തരും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, ആ സന്ദേശം നമ്മളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് തിരുവെഴുത്തിനകത്ത് തോറ്റ ഒരു വ്യക്തിയുടെ കാര്യം. ദൈവം ജയിപ്പിച്ചിരുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് തോറ്റുപോയത്. ആരായിരിക്കും അത്? പലരുടെ ഉള്ളിലേക്ക് ആ പേര് വന്നിട്ടുണ്ട്. ശൗലാണ് ആ വ്യക്തി. ശൗലിനെ ദൈവം സ്നേഹിച്ചതാണ്. ശൗലിനെ ദൈവം ആത്മാവിനെ നൽകിയും സകല സമ്പത്തും നന്മയും നൽകി ദൈവം അനുഗ്രഹിച്ചതാണ്. അധികാരം നൽകി അനുഗ്രഹിച്ചതാണ്. അഭിഷേകം നൽകി അനുഗ്രഹിച്ചതാണ്. പ്രവചനവരം നൽകി അനുഗ്രഹിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ കുറവുകളുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ദൈവം വേണ്ടത്ര മാനിക്കാത്ത ഒരു മനുഷ്യനാണ് ശൗലെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രദ്ധിക്കണം, ദൈവം എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലാത്തവനായി തീരാൻ അധികം സമയം വേണ്ട ഈ ജീവിതത്തിൽ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് സമയമുള്ളൂ നമ്മുടെ മെസ്സേജ്. ദൈവം എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, പലർക്കും ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ പലർക്കും ഞാൻ ഈ പറഞ്ഞ വാചകവുമായി പൊരുത്തപ്പെടാൻ തക്ക കാരണങ്ങൾ ജീവിതത്തിലുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ ഈ വാചകം പറയുമ്പോൾ തന്നെ പലരുടെയും ജീവിതം ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇപ്പോൾ ഓടി വന്നിട്ടുണ്ടാകാം. ദൈവം എല്ലാം നൽകി മാനിച്ച, ദൈവം എല്ലാം നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിക്ക് ആ അനുഗ്രഹത്തിനകത്ത് തുടരാം, വർദ്ധിക്കാം, ഉയരാം. അതുപോലെ തന്നെ ദൈവം എല്ലാം നൽകി മാനിച്ച, എല്ലാ കൃപകളും നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിക്ക്
വളരെ വേഗം തന്നെ ഒന്നുമില്ലാത്തവനായി ജീവിതത്തിൽ അധപ്പതിച്ച് നശിച്ച് മണ്ണോട് മണ്ണ് ചേർന്നും പോകാം. നിങ്ങൾക്ക് പലരുടെയും ചരിത്രം അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഓടി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അതെ, നമ്മുടെ തിരുവെഴുത്തിനകത്ത് പലരുടെയും ജീവിതം നമുക്ക് കർത്താവ് മോഡലാക്കി തന്നിട്ടുണ്ട്. പലരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണവും പലരുടെയും ജീവിതം ശപിക്കപ്പെട്ടതെന്ന വണ്ണം ഉള്ള നിലയിലായിപ്പോയതിൻ്റെ കാരണവും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ അങ്ങനെ പല വ്യക്തികളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി മെല്ലെ അടർത്തിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ശൗലിനെ ദൈവം അനുഗ്രഹിച്ചതാ. ശൗലിനെ ദൈവം രാജാവാക്കി അഭിഷേകം ചെയ്തതാ. ശമൂവേലിൻ്റെ 1-ാമത്തെ പ്രവചന പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവാക്യം ഒന്ന് നിങ്ങൾ വായിച്ച്, തിരുവചനം ഒന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ശൗൽ രാജാവായപ്പോൾ. ആ വാക്യം ഭയങ്കര പ്രധാനപ്പെട്ടതാ. ശൗൽ രാജാവായപ്പോൾ. സഹോദര എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, സഹോദരി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ശൗൽ രാജാവായപ്പോൾ ഒന്നുമല്ലാത്തവനെ എന്തും ആക്കുവാൻ എൻ്റെ ദൈവം മതിയായവൻ എന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആ വിശ്വാസത്തിൽ മാറ്റവും വരാൻ പോകുന്നില്ല. എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ആശിച്ച ഒരു സ്ഥാനത്തോ തുറമുഖത്തോ എത്താത്ത ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ചെറുമക്കൾ ഒന്നും ഒരിടത്ത് നിങ്ങൾ ആശിച്ച അവരിപ്പോൾ ജീവിക്കുന്നു, പക്ഷെ നിങ്ങൾ ആശിച്ച ഒരു നിലവാരത്തിലേക്ക് അവരെത്തിപ്പെട്ടിട്ടുണ്ടാകത്തില്ല എന്നും പറഞ്ഞ് ദൈവം എത്തിക്കത്തില്ലെന്നോ നമ്മുടെ പ്രാർത്ഥനകൾ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നോ പര്യാപ്തമല്ലെന്നോ എന്നൊരർത്ഥമില്ല. ശൗലിനെ 30-ാമത്തെ വയസ്സിലാണ് ദൈവം രാജാവാക്കിയത്. തിരുവെഴുത്തിനകത്ത് എല്ലാവരെയും 30-ാമത്തെ വയസ്സിലല്ല ദൈവം രാജാവാക്കിയത്. 23-ാമത്തെ വയസ്സിൽ രാജാവായവരുണ്ട്, 24-ാമത്തെ വയസ്സിലായവരുണ്ട്, 28-ാമത്തെ വയസ്സിലായവരുണ്ട്. ഹിസ്കിയാവ് ഇതിനേക്കാൾ ചെറുപ്പത്തിൽ രാജാവായ ഒരു വ്യക്തിയാണ്. ഹിസ്കിയാവ് ശൗലിനേക്കാൾ ചെറുപ്പത്തിൽ രാജാവായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിന്, കർത്താവിന്, എന്നെ കൂടെ ചേർന്ന് പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ഒന്ന് ഉറപ്പിച്ചേ, ആ വാക്കിൻ്റെ മേൽ നിങ്ങളൊന്ന് ഉറച്ചേ, ആ ദൈവശബ്ദത്തിന് മേലൊന്ന് ഉറച്ചേ, ഈ പ്രവചന വാക്യത്തിന് മേൽ ഒന്ന് ഉറച്ചേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഏതൊരു കാര്യം ചെയ്യാനും കർത്താവ് മുന്നമേ നിശ്ചയിച്ച ശരിയായ ഒരു സമയമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഈ ശൗലിനെ 29-ാമത്തെ വയസ്സിൽ രാജാവാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇനിയിപ്പം ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്ത ശമൂവേല് തൈലപാത്രവും കൊണ്ട് ഓട്ടം ഓടിയാലും ശൗലിൻ്റെ തല കിട്ടത്തില്ല. ദൈവം കൊടുക്കത്തില്ല അഭിഷേകം ചെയ്യാൻ. കാരണം നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഞാൻ ദൈവാത്മാവിൽ ചിലരോട് ആത്മാവിൽ ഞാൻ കണക്റ്റായി തുടങ്ങുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എൻ്റെ സ്പിരിറ്റിൽ ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റായി തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയിച്ചൊരു സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ദൈവം ചില കാര്യങ്ങൾക്ക് നിശ്ചയിച്ചൊരു സമയത്തിലേക്ക് ചിലരെത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ നിശ്ചയിച്ചൊരു ടൈം. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഈ ആണ്ട് കഴിയുന്നതിന് മുൻപേ, അല്ലെങ്കിൽ പുതിയൊരാണ്ട് തുടങ്ങുന്ന തുടക്ക സമയം തന്നെ ചില കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു വെച്ച കണക്കിലേക്ക് നിങ്ങളെ പിടിച്ച് ഉൾപ്പെടുത്താൻ തമ്പുരാൻ ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കാതുകളിൽ ഇന്നത്തെ ഈ ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഇതൊരു സൈനാണ്, ഇതൊരു കൺഫർമേഷനാണ്, ഇത് ഉറപ്പിച്ചതൊരു അഫർമേഷനായിട്ട് പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ദൈവാത്മാവ് ഊന്നി ചിലരെ നോക്കി സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ വർഷം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നടക്കാത്തത്, ഇപ്പം ശൗല് രാജാവാകാൻ 29-ാമത്തെ വയസ്സിൽ ട്രൈ ചെയ്താൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 25-ാമത്തെ നല്ലൊരു സമയം നോക്കി ട്രൈ ചെയ്താലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ 30-ാമത്തെ വയസ്സിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം പ്ലാൻ ചെയ്ത കാര്യത്തിലേക്ക് ആത്മാവെടുത്തോണ്ട് അഭിഷേകം ചെയ്ത് ഇരുത്തുമായിരുന്നു എന്ന് ഞാൻ വ്യക്തമായി ഉറക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ആ കണക്കിന് ദൈവം കണ്ടിരിക്കുക കേട്ടോ. ചില സ്ഥാനമാനങ്ങളിലേക്ക് ദൈവം നിങ്ങളെ ആദരിച്ചിരുത്താൻ സമയമായി. ഓ ജീസസ്,
ചില സ്ഥാനമാനങ്ങളിലേക്ക് ആദരിച്ചിരുത്താൻ സമയമായി. കയറണമെന്ന് ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് കയറുവാൻ കയറ്റി വിടുന്നൊരു കരം താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സമയമായി. ശൗൽ രാജാവായപ്പോൾ ബ്രാക്കറ്റിൽ 30 വയസ്സായിരുന്നു. 30 വയസ്സ്. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എപ്പോ രാജാവായപ്പോൾ. എന്നാൽ ചിലരെയൊക്കെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച് കഴിയുമ്പോൾ, ദൈവം ചില സ്ഥാനമാനങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ, ദൈവം അങ്ങ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി പ്രയോജനപ്പെടുത്തി തുടങ്ങുമ്പോൾ, ജീവിതത്തിൽ ഇല്ലാതിരുന്ന എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ, ആകാതിരുന്ന ചിലതൊക്കെ ആയി കഴിയുമ്പോൾ, സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് പൊങ്ങാൻ സാധ്യതയുള്ള ഒരു സർപ്പമാണ് പ്രൈഡ്, അഹങ്കാരം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ സന്ദേശത്തിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സന്ദേശത്തിനാണ് പ്രാധാന്യം. ഈ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ അടക്കമുള്ളവർ ഇന്ന് ഞാൻ എന്നെ തന്നെ ഈ മെസ്സേജിനകത്ത് സമർപ്പിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. എൻ്റെ വാ മാത്രമേ അനങ്ങുന്നുള്ളൂ. എൻ്റെ ബുദ്ധി ഇവിടെ ഒരു പ്രാധാന്യമില്ല, അതിങ്ങനെ ഇരിക്കുക. കാരണം എനിക്കും ഇതിനകത്തുനിന്ന് പ്രാപിക്കാനുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാ സന്ദേശത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവം ആക്കാത്ത ചില കാര്യങ്ങൾക്കകത്ത് നമ്മളെ ആക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിനയപ്പെടണം, താഴ്മപ്പെടണം. കാര്യം എന്നാണെന്നറിയാമോ? അധികം നിന്റെ മേലൊന്ന് വെച്ച് തരാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണിൻ്റെ അകത്താണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നൊരു സീസൺ ആണെങ്കിൽ, നിങ്ങൾ അധികം പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവെഴുത്തിനകത്ത് ശ്രദ്ധിച്ച് കേട്ടോ. ശമൂവേൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ശമൂവേൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ശൗൽ ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോടുകൂടെ മിക്മാസിലും ബഥേൽ മലയിലും, 1000 പേർ യോനാഥാനോടുകൂടെ ബെന്യാമീനിലെ ഗിബയയിലും ആയിരുന്നു. ശേഷം ജനത്തെ അവനവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിൽ ഉണ്ടായിരുന്ന ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഫെലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൗൽ ദേശത്തെല്ലായിടവും കാഹളം ഊതിച്ചു. ശൗൽ ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു എന്നും ഇസ്രായേൽ ഫെലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രായേലൊക്കെയും കേട്ടിട്ട് ജനം ശൗലിൻ്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നു കൂടി. കേട്ടോണേ. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേകവരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ച് കൂടി വന്ന് ബേത് ആവെന് കിഴക്ക് മിക്മാസിൽ പാളയം ഇറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടത് കൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേലിയർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗഹൂരങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. നേരെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച്, ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ശൗൽ ചിലതിനെയൊക്കെ ഫെലിസ്ത്യ പട്ടാളത്തെയൊക്കെ തോൽപ്പിച്ച് ഒരു നായകനായിട്ട് നിൽക്കുക അല്ലേ? കുറെ ജനം ഇപ്പൊ ശൗലിന്റെ മുന്നിൽ വന്ന് ഒത്തുകൂടി നിൽപ്പുണ്ട് ഇല്ലേ? പക്ഷെ ഇതിനു മുന്നേ ശമൂവേൽ ഒരു അവധി ശൗലിന് നിശ്ചയിച്ചിരുന്നു. എന്തിനാ? അദ്ദേഹം വന്നൊരു യാഗം കഴിക്കാനുണ്ട്. പക്ഷെ ചില പ്രവചന ദൂതുകൾ അറിയിച്ചതിന് ശേഷം ഉടനെ യാഗം കഴിച്ചില്ല, ഒരവധി വെച്ചു. എന്തിനാ ഈ അവധി വെച്ചതെന്നറിയാമോ? ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് ഇവൻ എങ്ങനെ പെരുമാറുമെന്നറിയണമായിരുന്നു. ഇപ്പൊ കർത്താവ് എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് കർത്താവ് ഇച്ചിരി ദൂരെ മാറി നിൽക്കും, കൃപയും ശക്തിയൊക്കെ തരും. എന്നിട്ട് കർത്താവ് ഇച്ചിരി ദൂരെ മാറി നിൽക്കും. എന്നാന്നറിയാവോ? ഇവൻ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയണം. ഇത് നിങ്ങളിലേക്ക് എടുക്കണം. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയണം. ഇപ്പൊ ശൗലിന്റെ മുമ്പിൽ കുറച്ച് ആൾക്കാർ വന്ന് കൂടി നിൽപ്പുണ്ട്. കാരണം അവർ പല പ്രതീക്ഷയിലാണ്, പല കാര്യങ്ങൾക്കകത്താണ്. അപ്പോൾ ഇപ്പൊ ശൗൽ എങ്ങനെ പെരുമാറും എന്ന് ദൈവത്തിന് അറിയണം. 8-ാമത്തെ വാക്യം. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു എങ്കിലും 7 ദിവസം കാത്തിരിക്കാൻ ശമൂവേൽ ശൗലിനോട് പറഞ്ഞിരുന്നു, ഞാൻ വരും. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അഭിഷേകം ചെയ്തു, ഞാൻ വരും, നീ വെയിറ്റ് ചെയ്യണം. കാത്തിരുന്നു എങ്കിലും
ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിന്നെ അഭിഷേകം ചെയ്തത് രാജസ്ഥാനത്തിരിക്കാനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അതോറിറ്റീസ്, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അധികാര മേഖലകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നീ കൈ കടത്തേണ്ടതിനു പകരം വിളിക്കാത്ത ഒരു വേലയ്ക്കോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യത്തിലോ ശുശ്രൂഷയ്ക്കോ ചെന്ന് കൈ കൊടുക്കുമ്പോൾ അതും കൂടെ ദൈവനാമ മഹത്വത്തിനാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ഒരു കർമ്മത്തെ തൻ്റെ അക്കൗണ്ടിലേക്ക് ശിഷ്ടമായിട്ട് എഴുതി ചേർക്കത്തില്ല, പകരം ദൈവം കോപിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലായോ? പലരുടെയും ജീവിതത്തിലെ പ്രശ്നം ഇതാ. വിളിക്കാത്ത വേല ചെയ്യാൻ പോകും, വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോകും എന്ന് പറയുന്ന പോലെ വിളിക്കാത്ത വേല ചെയ്യാൻ പോകും. ഏൽപ്പിക്കാത്ത മേഖലകൾക്കകത്ത് കൈവയ്ക്കും. അവിടെയാണ് തിരിച്ചടി സംഭവിക്കുന്നത്. തിരിച്ചടി സംഭവിക്കുന്നത് അവിടെയാണ്. ശൗൽ രാജാവ് അധികാരമുള്ള വ്യക്തിയാണ്, ഒരുപാട് പേര് വന്ന് വണങ്ങുന്ന വ്യക്തിയാണ്. പക്ഷേ ശമൂവേൽ ചെയ്യേണ്ട ശുശ്രൂഷ, ശമൂവേൽ ചെയ്യേണ്ട കർമ്മം, ശമൂവേലിന് വേർതിരിച്ചിട്ടിരുന്നത് ശമൂവേൽ എത്തിയില്ല എന്ന് പറഞ്ഞ് അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് നിലവിലുള്ള അഭിഷേകത്തിൻ്റെ പേരിലും അധികാരത്തിൻ്റെ പേരിലും പറയാൻ ശൗലിന് പ്രമാണമില്ല. അപ്പൊ ഇവിടെ ചെയ്തത് അഹങ്കാരമാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ആദ്യത്തെ പ്രശ്നം അഹങ്കാരം. ഇവിടെ കൊണ്ടുവരുവിൻ, 7 ദിവസം കഴിഞ്ഞ് അയാൾ വരാമെന്ന് പറഞ്ഞതാ, ഇതുവരെ വന്നിട്ടില്ല. പലരുടെയും ജീവിതത്തിൽ ഇത് ഒരു കോപത്തിനകത്തുനിന്ന് ഉടലെടുത്ത ഒരു അഹങ്കാരമാകാം. ശമൂവേൽ വരാൻ താമസിച്ചപ്പോ യാഗം കഴിക്കുന്നതിന് അർഹതയില്ലാത്ത ശൗൽ അത് യാഗം കഴിച്ചു. അവൻ ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. 10-ാമത്തെ വാക്യം, ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. 11-ാമത്തെ വാക്യത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു ഭയത്തിൻ്റെ പേരിലും ശമൂവേൽ പറഞ്ഞ സമയത്ത് എത്തിയില്ല എന്നതിൻ്റെ പേരിലും താൻ തന്നെ വിളിക്കാത്ത, ചെയ്യാൻ അർഹതയില്ലാത്ത ഒരു ശുശ്രൂഷ ചെയ്തു. കാര്യം എന്തിനാ? യഹോവയുടെ കൃപയ്ക്കായി. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. ആത്മീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പിന്നിലും തളർച്ചയ്ക്ക് പിന്നിലും അവന് തന്നെയാണ് വ്യക്തമായ പങ്കുള്ളത്. ഏദൻ്റെ അകത്ത് ആദമിനെ ഹൗവയെയും നമുക്ക് യാതൊരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം സാത്താൻ വന്നിട്ടല്ലേ, അവരോട് സംസാരിച്ചിട്ടല്ലേ ദൈവത്തിന് സാത്താൻ്റെ വാപൊത്തരുതോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാന്നേ ഉള്ളൂ, വെറുതെ ദൈവകോപം വരുത്തി വെക്കാൻ വേണ്ടി. അവിടെയും ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ആദമും ഹൗവയായിരുന്നു. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഞാൻ സാത്താൻ പറഞ്ഞത് കേട്ടതോ പോട്ടെ, പക്ഷെ അവൻ പറഞ്ഞത് ചെയ്യത്തിൽ എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല, അത് ഞാൻ ദൈവത്തോട് കാണിക്കുന്ന അനുസരണക്കേടാണ് എന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അത് ഗ്രഹിക്കേണ്ട ഒരു സ്പിരിറ്റ് തീർച്ചയായിട്ടും ആദം ഹൗവമാർക്കുണ്ടായിരുന്നു. അവർ ആ സ്പിരിറ്റിൽ ചിന്തിക്കാതെ അവൻ്റെ വാക്കിന് ചെയ്ത അനുസരണക്കേടാണ് അവർ ശപിക്കപ്പെട്ടത്. ഇവിടെയും ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശമൂവേലിന് പകരം ഞാൻ അങ്ങ് ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ഞങ്ങൾ രണ്ടുപേരും ചെയ്താലും ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ ആ മഹത്വം പോകുന്നതെന്ന് പറഞ്ഞ് കയറി ആ പണി ഏറ്റെടുത്തതാണ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, ശമൂവേൽ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാൻ അഭിഷേകം ഉണ്ടെങ്കിലും ശൗലിന് പ്രമാണമില്ല.
നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്പിരിച്വൽ ലൈഫിൽ ചില മേഖലകളിലേക്കൊക്കെ ചില വ്യക്തികൾ കടന്നു കയറുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നത്തേതിൽ അത് വലിയ ചില തിരിച്ചടികളായി അവർ ഒതുക്കപ്പെടുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ആവശ്യപ്പെടാറുണ്ട്, പാസ്റ്റർ ഈ രീതിയിൽ എനിക്ക് വേണ്ടി ഒന്ന് ഈ രീതിയിൽ മീൻസ് അവരുദ്ദേശിക്കുന്ന ഒരു ലെവലിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എൻ്റെ ആത്മാവിനെ നടത്തിപ്പില്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് വിളിച്ചിരി, കർത്താവ് നമ്മളെല്ലാം കൃപയിലും അഭിഷേകത്തിലും നിറച്ചിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിലേക്ക് കടക്കാൻ ദൈവം നമുക്കൊരവധി വെച്ചിട്ടുണ്ട്. ചില അധികാര മേഖലകളിലേക്ക് കടക്കാൻ, ചില ശുശ്രൂഷയുടെ ഉയർച്ചകളിലേക്ക് കടക്കാൻ ദൈവം നമുക്കൊരു അവധി വെച്ചിട്ടുണ്ട്. ഇവിടെ ശമൂവേൽ ശൗലിനോടൊരു അവധി പറഞ്ഞു. ആ അവധി വരെ വെയിറ്റ് ചെയ്യാനുള്ള ധൈര്യം തൻ്റെ ആ രാജകീയ അഭിഷേകത്തിനകത്ത് ഇല്ലായിരുന്നോ? നോർത്തെ, ആ രാജകീയ അഭിഷേകം ആ ദൈവം നൽകിയിരിക്കുന്നത്, അതിനകത്ത് ഒരു ഭയത്തിനകത്ത് പിടിക്കപ്പെട്ട് വിളിച്ചിട്ടില്ലാത്തൊരു ശുശ്രൂഷയെ താൻ ഏറ്റെടുത്ത് ചെയ്യുക. ദൈവഹിതമില്ലാതെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയോ? ദൈവഹിതമില്ലാതെ ചില ഇടത്തേക്ക് നിങ്ങൾ കടന്നുപോയോ? ദൈവാലോചന ചോദിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ ശമൂവേൽ പ്രവാചകൻ ഇതുവരെ എത്തിയില്ല, ഞാൻ ഈ ശുശ്രൂഷ ഒന്ന് ചെയ്തോട്ടെ കർത്താവേ എന്ന് ഒരു വാക്ക് മനസ്സിൽ ചോദിച്ചെങ്കിൽ ഒരു 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 കാറ്റിൻ്റെ ശബ്ദത്തിലെങ്കിലും, ഒരു കാറ്റ് രൂപത്തിലെങ്കിലും ദൈവം വന്ന് അരുത് എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞേനെ. ഇത് സഡൻലി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലെടുത്ത ഒരു ഡിസിഷനാണ്. ഞാൻ ദൈവാത്മാവിൽ ചിലരോട് സംസാരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിനകത്തും ആത്മീയ ജീവിതത്തിലും നമ്മുടെ ബുദ്ധിക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവാലോചന ചോദിച്ചേ എടുക്കാൻ പാടുള്ളൂ. ദൈവാലോചന ചോദിച്ചേ എടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന്, എല്ലാം ദൈവനാമ മഹത്വത്തിനാ, എല്ലാം ദൈവനാമ മഹത്വത്തിനാന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാതെ ദൈവനാമം മഹത്വപ്പെടുമോ, ദൈവഹൃദയം പിടയുമോ എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ ശൗലിൻ്റെ തീരുമാനം തെറ്റായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അയ്യോ, ഞാൻ യഹോവയോട് അപേക്ഷിക്കാനാ, കൃപയ്ക്ക് അപേക്ഷിക്കാനാ, ഒരു ജയത്തിന് വേണ്ടി ഒരു ജയത്തിന് വേണ്ടി ചെയ്തത് ഒരു പരാജയത്തിൻ്റെ കാരണമായി തീർന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വികാരത്തിൻ്റെ പേരാണ് അഹങ്കാരം. എനിക്ക് രാജാവിൻ്റെ അഭിഷേകം ഉണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. ശമൂവേൽ ചെയ്താലും, ശമൂവേൽ തീ കത്തിച്ചാലും തീ തന്നെ കത്തുന്നത്, ഞാൻ കത്തിച്ചാലും തീ തന്നെ കത്തുന്നത്. ഇവിടെ കൊണ്ടുവരുവിൻ. ആ വാക്കിനകത്തുണ്ട് അഹങ്കാരം. ഇവിടെ അയ്യോ അതിനെന്നെ ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. ആർക്ക് ശരിയാക്കാൻ പറ്റുന്ന? തമ്പുരാൻ ശരിയാക്കാതെ ആർക്കും പറ്റത്തില്ല. തമ്പുരാൻ സൗഖ്യമാക്കാതെ ആർക്കും പറ്റത്തില്ല. അപ്പായുടെ ഹൃദയത്തിനകത്ത് ഒരു പദ്ധതി വെളിപ്പെടാതെ, അപ്പാ സമയം അനുകൂലമാക്കാതെ ആർക്കും ഒന്നും തിരിക്കാനൊക്കത്തില്ല. അബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം, എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഒന്നാമത്തെ കാരണം അഹങ്കാരമായിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത ഒരു ശുശ്രൂഷ, അതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കണമെങ്കിൽ ശമൂവേലിൻ്റെ ചോദ്യത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. ഏത് ദൈവഹിതമില്ലാത്ത കാര്യം ചെയ്താലും അതിന് കോൺസിക്വൻസസ് ഉണ്ട്, പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവഹിതമില്ലാത്ത ഏത് കാര്യം ചെയ്താലും അതിന് കോൺസിക്വൻസസ് ഉണ്ട്. പിന്നീട് നമ്മൾ കിടന്ന് കാലിട്ടടിച്ചിട്ടും കൈയിട്ടടിച്ചിട്ടും കാര്യമില്ല. അതാ ശമൂവേൽ ചോദിച്ചു, നീ ചെയ്തതെന്ത്? ആ ചോദിച്ച ചോദ്യത്തിന്റെ ഡെപ്ത് കണ്ടോ? നീ ചെയ്തതെന്ത്? ആ ചോദിക്കാനുള്ള അവകാശമുണ്ട്, കാരണം ശമൂവേൽ അഭിഷേകം ചെയ്തേ. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ വീഴ്ചയുടെ പിന്നിൽ, ശൗലിൻ്റെ തന്നെ വീഴ്ചയുടെ പിന്നിലെ കാരണം, ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം തന്നെ അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ, 6-ാമത്തെ വാക്യം മുതൽ നോക്കിക്കേ. 6-ാമത്തെ വാക്യം, ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവൻ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിയ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റു ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന്
10,000 കൊന്നു എന്ന് പാടി. ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവൻ ദാവീദിന് 10,000 കൊടുത്ത് അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ, ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. എൻ്റെ ലളിതമായൊരു ചോദ്യവും ചിന്തയും ഇതാണ്: ശൗലാരാ? ശൗല് രാജാവാ. ശൗലിൻ്റെ തലയിൽ എന്തുണ്ട്? രാജകിരീടമുണ്ട്. ശൗലിരിക്കുന്നത് എവിടെയാ? മന്ത്രിമാരിയ്ക്കുന്നിടത്തല്ല, രാജസിംഹാസനത്തിലാണ്. ശൗൽ ആരാ? അവിടുത്തെ ടോപ്പ് അതോറിറ്റിയാ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. എല്ലാവരും അദ്ദേഹത്തെ വണങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ മുദ്രമോതിരം കൊണ്ട് സീൽ ചെയ്യാതെ ഒന്നും പാസ്സാകത്തില്ല. അപ്പം ദൈവം അദ്ദേഹത്തിന് കൊടുത്തത് എന്താ? സ്ഥാനമാനങ്ങൾ കൊടുത്തു. എന്നാൽ ഈ ചുമക്കുന്ന അഭിഷേകത്തിനൊത്തവണ്ണമുള്ള മാനസിക നിലവാരവും പക്വതയുമാണോ ശൗൽ ഈ വാക്കിനകത്ത് പ്രകടിപ്പിക്കുന്നത്? കോപിച്ചു എന്നിവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്പിരിറ്റ് എന്ന് പറയുന്നത് അസൂയയുടെ ആത്മാവാണ്. ആ പറഞ്ഞ വാക്കിനകത്ത് അസൂയയും ഇന്നത്തെ മനുഷ്യ സമൂഹത്തിനകത്ത് സംഭാഷിച്ചു വരുന്ന എക്സ്പയർ ആയി പോകാത്ത ഇന്നും പുതുപുത്തനായി നിൽക്കുന്ന വാചകം തന്നെയാണ് ഈ വാചകം. അവന് 10,000 കൊടുത്തു, എനിക്ക് 1000 തന്നുള്ളൂ. അവരവിടെ കൊണ്ട് സ്വോത്രകാഴ്ച കൊടുത്തു, എനിക്ക് തന്നില്ല. അവരെ മാനിച്ചു, എന്നെ മാനിച്ചില്ല. അവരെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. അവരെ കല്യാണത്തിന് വീട്ടിൽ പോയി വിളിച്ചു, എന്നെ ഫോണിലാ വിളിച്ചേ. അവരെ നിശ്ചയത്തിന് വിളിച്ചു, എന്നെ വിളിച്ചില്ല. വിവാഹത്തിനാ വിളിച്ചേ. അവരെ അവിടെ പോകാൻ വിളിച്ചു. ഇത് നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിഷേകവും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കും തമ്മിൽ പലപ്പോഴും യാതൊരു ബന്ധവും കാണൂല. ഹല്ലേലൂയ. നമ്മളൊന്ന് നമ്മുടെ ബുദ്ധി ഉണർന്നൊന്ന് ചിന്തിച്ചാൽ, ഞാൻ തന്നെയാണോ ഇത് പറഞ്ഞേ എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് മോശം ചിന്തിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ ഒരു മനുഷ്യ അധരത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ സാത്താൻ ശ്രമിക്കും. എന്തിന്? അതവിടുത്തെ ചോദ്യം. എന്തിന് ദാവീദ്, എന്തിന് ശൗലിന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു വികാരം ശത്രു കടത്തി? എന്തിനങ്ങനൊരു വികാരം ശത്രു കടത്തി? താങ്കൾ ഇപ്പോൾ ഏത് സ്ഥാനത്തിരിക്കുന്നോ ആ സ്ഥാനം തെറിക്കണം. താങ്കളുടെ തലയിൽ എന്ത് തൊപ്പി ഇരിക്കുന്നോ ആ തൊപ്പി തെറിക്കണം. താങ്കളെ ഇന്ന് എന്ത് പേർ ചൊല്ലി വിളിക്കുന്നോ, ശൗലേ എന്നല്ല വിളിക്കുന്നത്, രാജാവേ എന്നാ വിളിക്കുന്നത്, ആ പേര് മാറണം. എന്തൊരു വൃത്തികെട്ട വികാരത്തിന്റെ പിന്നിലും ഉള്ള ആത്യന്തികമാകുന്ന സാത്താനീയ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, താങ്കൾ നിലവിലിരിക്കുന്ന പദവിയെ കളയുക എന്നുള്ളതാ, നിലവിലിരിക്കുന്ന അഭിഷേകത്തെ കളയുക എന്നുള്ളതാ, നിലവിലിരിക്കുന്ന ശുശ്രൂഷയെ മങ്ങിക്കുക എന്നുള്ളതാ, നിലവിലിരിക്കുന്ന അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാ, നിലവിലുള്ള വാഗ്ദത്തങ്ങളെ തടയുക എന്നുള്ളതാ, ഇനി നിന്റെ കൈകളിലേക്ക് വരാനുള്ള അനുഗ്രഹത്തെ തടയുക എന്നുള്ളതാ, ഇനി നിന്നെ ആരും മാനിക്കരുതെന്നുള്ളതാ, ഇനി നീ ഉയർച്ച പ്രാപിക്കരുതെന്നുള്ളതാ, ഇനി ചില ദിവസങ്ങളും കൂടെ നിന്നെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം നിന്നെ ഒരു ചണ്ടി പോലെ ചവിട്ടി എറിയുമെന്നുള്ള സാത്താനിക വെല്ലുവിളിയുടെ ചെറിയൊരു ലക്ഷണമായി ഇത്. അസൂയ ആരംഭിച്ചു, അഹങ്കാരത്തിൽ തുടങ്ങി, അസൂയയിൽ തുടർന്ന് ആഭിചാരത്തിനകത്ത് അവസാനിക്കുന്ന ഒരു ചരിത്രമായിരുന്നു ശൗലിൻ്റേത്. അഹങ്കാരത്തിൽ തുടങ്ങി, അസൂയയിൽ തുടർന്ന്, ആഭിചാരത്തിൽ അവസാനിക്കുന്ന ലക്ഷണവിദ്യ പറയുന്ന ഒരു സ്ത്രീയുടെ പുറകിൽ പോയി, അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിന്റെ അടുത്ത് പോയി അരുളപ്പാട് ചോദിക്കുന്നവളുടെ അടുത്ത് ചെന്ന് ദൈവാലോചന എന്താന്ന് ചോദിച്ച ആ ഒരു അധപ്പതിച്ച ചിന്തയില്ലായ്മയിൽ അവസാനിച്ചൊരു ചരിത്രമാണ് ശൗലിൻ്റെത്. മറക്കല്ലേ? അരുളപ്പാടുകളുടെ പുറകെ ഓടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് കർത്താവിൽ നിന്ന് എടുക്കാൻ തന്നെ പറഞ്ഞു. അരുളപ്പാട് എവിടെ കേട്ടാലും ഓടുന്നവരുണ്ട്. ആരുടെ മക്കളാന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഞാൻ നിങ്ങളൊക്കെ ആരുടെ മക്കളാന്ന്. ഇവിടെ ആദ്യം എന്തായിരുന്നു? പറഞ്ഞ സമയത്ത് എത്തിയില്ല. ആരാ? ശമൂവേൽ. അതുകൊണ്ട് ഞാൻ കയറി ഹോമയാഗം കഴിച്ചു എന്ന്.
ദൈവം പറഞ്ഞ സമയത്ത് വാഗ്ദത്തം പാലിച്ചില്ല, അതുകൊണ്ട് പുള്ളി പ്രവചിക്കുമെന്ന് കേട്ടു, അതുകൊണ്ട് അങ്ങോട്ട് പ്രവചനം കേൾക്കാൻ പോയതാണ്. ആളെ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അറിയണില്ല, ചിന്തിക്കണില്ല, ഏത് ബേസാന്ന് അറിയുന്നില്ല, ഏത് ആത്മാവാന്ന് അറിയുന്നില്ല. പുള്ളി പ്രവചിക്കുമെന്ന് കേട്ടതുകൊണ്ട് അരുളപ്പാട് കേട്ടാൽ മതി, സ്ഥാനം തെറിക്കും. ബാക്കി നമുക്ക് വചനത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ദാവീദിനെ പ്രൈസ് ചെയ്തത്, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നല്ലത് കേട്ട പ്രൈസ് ചെയ്യാനൊരു മനസ്സുണ്ടാവും. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനൊരു മനസ്സുണ്ടാവണം. അതിന് പ്രത്യേകിച്ച് അഭിഷേകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കാര്യം പറഞ്ഞാൽ നല്ലതാന്ന് പറയാനൊരു മനസ്സുണ്ടാവും. നമ്മൾ ഈ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ഭയങ്കര അഗ്രഹണ്യന്മാരാ, ഭയങ്കര വിരുദ്ധന്മാരാ, വിദ്വാൻമാരാ. വേണ്ടാത്ത ഒരു വീഡിയോ, ഒരാളെ മോശപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ, ഒരാൾക്കിട്ടൊരു വേണ്ടാത്ത കമൻറ്റ് എടുത്തിട്ട് ചീറിപ്പാലിന് ഒരു അഡീഷണൽ എഞ്ചിനും കൂടെ ഫിറ്റ് ചെയ്തിട്ട് തള്ളിക്കൊടുക്കും അടുത്തടുത്തേക്ക്. കണ്ടായിരുന്നോ ഈ വീഡിയോ, കണ്ടായിരുന്നോ എന്ന് കേട്ടിട്ട് അഡീഷണൽ എഞ്ചിനും കൂടെ ഫിറ്റ് ചെയ്യും. എന്തിനാ? കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ ആ വാർത്ത. അഡീഷണൽ എഞ്ചിനും കൂടെ, ഓൾറെഡി അത് വൈറലായ സാധനമാണ്, അതിനിടയിൽ കൂടെ ഒരു എഞ്ചിനും കൂടെ ഫിറ്റ് ചെയ്ത് കുറച്ചുകൂടെ വേഗത്തിൽ തള്ളിക്കൊടുക്കും. എന്നാൽ ഒരു ദൈവവചനം, ഒരു ഷോർട്ട് മെസ്സേജ് എടുത്ത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കാൻ ആരെയും കിട്ടത്തില്ല. നല്ലതിനെ പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കണം, നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് പ്രത്യേകിച്ച് അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല, ആത്മാവുണ്ടായിരുന്നാൽ മതി. അപ്പൊ ദാവീദിന്റെ വളർച്ചയിൽ ദാവീദിനെ സ്ത്രീജനങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ അതിവിടെ താഴ്ത്തിയും പൊക്കിയും ഒന്നും പറഞ്ഞതല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ താഴ്ത്തി അവനെ പൊക്കി, അവന് 10,000 കൊടുത്തു മാനം, എനിക്ക് 1000 മാനം തന്നുള്ളൂ. ഈ ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭരണമാണ്. അത് ഈ നമ്മുടെ ഹെവൻലി കിങ്ഡത്തിൻ്റെ ഭരണമോ വികാരമോ അല്ല. അസൂയയുടെ ഒരംശമെങ്കിലും മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയിൽ, മറ്റൊരു വ്യക്തിയുടെ വളർച്ചയിൽ, മറ്റൊരു വ്യക്തിയുടെ സന്തോഷത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളുടെ ഭാവിയിൽ, ജോലിയിൽ, വരുമാനത്തിൽ, അവരുടെ യാത്രകളിൽ എന്തെങ്കിലും ഒരിക്കലും നമ്മുടെ മക്കളെയും മറ്റൊരു ഉയർന്ന കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളെയും തമ്മിൽ കമ്പാരിസൺ നടത്തരുത്, കമ്പയർ ചെയ്യരുത്. അവിടുത്തെ പിള്ളേരുടെ ജീവിതം, നമ്മുടെ പിള്ളേരുടെ ജീവിതം, എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചവനാ, അവൻ ദേ കയറിപ്പോയി, അവൻ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു. എൻ്റെ കൊച്ചനോ ദേ റെസ്യൂം കൊടുത്ത് സി വി കൊടുത്ത് നടക്കണു. പറയല്ലേ, ദൈവത്തെ ഓർത്ത് പറയല്ലേ. നിങ്ങളുടെ മക്കളെയും അവരുടെ മക്കളെയും ഒരു കണ്ണാ കാണുന്നേ. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളാ പറഞ്ഞവരുടെ ദൂതൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. നിങ്ങൾ എന്നെ വേണ്ട, ഞാൻ നിങ്ങളെക്കുറിച്ചൊരു വേണ്ടാധീനം പറഞ്ഞ എക്സ് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു വേണ്ടാധീനം പറഞ്ഞാൽ, ഞാൻ പാസ്റ്ററാണ്, പക്ഷെ ഞാൻ എക്സ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞാൽ, എക്സിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ കണക്ക് ബോധിപ്പിച്ചേ പറ്റൂ. എത്ര വലിയ പാസ്റ്ററായാലും, എത്ര വലിയ ഭൂതത്തെ പിടിക്കുന്നവനായാലും കണക്ക് ബോധിച്ചേ പറ്റൂ. പറയരുത്, കമ്പയർ ചെയ്യരുത്, കണ്ണുകടി ഉണ്ടാകരുത്, കണ്ണ് കഴുകണം. അങ്ങനെ കണ്ണിന് ചൊറിച്ചിലുണ്ടെങ്കിൽ കണ്ണ് കഴുകണം. പിന്നെയും കർത്താവ് പറഞ്ഞേക്ക് അത് ചൂഴ്ന്ന് കളയണം. നമ്മളെന്തായാലും ആ പണിക്ക് നിൽക്കത്തില്ല. സ്തോത്രം. നമ്മുടെ താഴ്ചയ്ക്ക് അധിക സമയം വേണ്ട, നമ്മുടെ ബ്ലെസ്സിങ്സ് തടയപ്പെടാൻ അധിക സമയം വേണ്ട. ദൈവം സ്നേഹിച്ച ദാവീദിനെതിരെ കണ്ണുകടി മൂത്തതും കർത്താവ് പുള്ളിയെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയാ, നമ്മുടെ ആവശ്യമില്ലാത്ത ഈഗോസാ. നമ്മളെ എന്നെ മാനിച്ചില്ല, എന്നെ കണ്ടിട്ട് ചിരിച്ചില്ലല്ലോ, ഇപ്പൊ എന്തോ ഉണ്ട്. എന്നെ കണ്ടിട്ട് ഇന്നലെയൊക്കെ കണ്ടപ്പോൾ ഒരു ഹായ് തന്നോ, ഇന്നലെ ഹായ് കാണാത്ത പോലെ പോകുന്ന കണ്ടില്ലേ. പറയരുത്. 1000 ചിന്തയും കൊണ്ട് നടക്കുന്നവരായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയില്ലാത്തതുകൊണ്ടേ, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ 10,000 ചിന്തയും കൊണ്ട് നടക്കുന്നവരെ നമ്മളെ കൊണ്ടൊരു ഹായ് പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ മുഖത്ത്, ഞാനൊക്കെ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാതെ പോയിട്ടുണ്ട്. കാരണം പല ചിന്തയ്ക്കകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയം ചോദിക്കുക, എന്തോ പറ്റി, ഒന്നും മിണ്ടിയില്ലല്ലോ, എന്തോ പറ്റി, വല്ലാതെ പല കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ നടക്കുന്നേ, പല ചിന്തയ്ക്കകത്താ. അപ്പോൾ അന്നേരം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാലും നമ്മൾ അവരുടെ ഫേസിലേക്ക് മുഖം പോയാലും ശ്രദ്ധ അവരിലേക്ക് പതിയത്തില്ല.
എപ്പോഴും ഉള്ള കാര്യമല്ല, എന്തെങ്കിലും അധികമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്ന സമയത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് വൈരാഗ്യം ഉണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ശൗലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അസൂയ ഉണ്ടായി. അപ്പോൾ അസൂയ ഒരു വ്യക്തിയെ താഴെയിടും, നമ്മുടെ ജീവിതത്തിൻ്റെ തോൽവി പരാജയപ്പെടുത്തും. മൂന്നാമത്തെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ശമൂവേലിൻ്റെ തന്നെ പ്രവചന പുസ്തകം അതിൻ്റെ അതിൻ്റെ 1-ാമത്തെ തന്നെ പ്രവചന പുസ്തകം 15-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവെഴുത്തിലേക്ക് തന്നെ വരുമ്പോൾ ശൗലിൻ്റെ അടുത്തൊരു അനുസരണക്കേട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ 2-ാമത്തെ വാക്യം മുതൽ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമ്മൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളക. എന്നാറേ ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി തെലായീമിൽ വെച്ച് അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേർ ഒഴികെ 2,00,000 കാലാൾ ഉണ്ടായിരുന്നു. 2,00,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്യരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്യരോട് കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് എണ്ണാൻ പോകുമ്പോഴേ ഈ പ്രശ്നം വരുന്നത്. ഇവിടെ ദൈവം എന്നാ പറഞ്ഞേ, നീ അവരെ കനിവ് നോക്കാതെ സകലത്തിനെയും തരംതിരിക്കാതെ നശിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ പുറകെ ശൗൽ ചെയ്തത് നോക്കിയേ. ശൗൽ അമാലേക്യ രാജാവായിരുന്ന ആഗാഗിനെയും മേത്തരമായ ആടുമാടുകളെയും ജീവനോടെ സൂക്ഷിക്കുകയും നിസ്സാരമായവരെ മാത്രം നിർമൂലമാക്കുകയും ചെയ്തു. എണ്ണിയതാ പ്രശ്നം. കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറയുമ്പോഴേ ഒരു രൂപവും നമുക്ക് കാണത്തില്ല. ഒരു രൂപവും കാണാതെ ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് ചുവട് വെച്ചൊരു വ്യക്തിയാണ് അബ്രഹാം. ഒരു രൂപവും ഇല്ല. ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. ഒരു രൂപവും ഇല്ല. നടക്കാൻ പറഞ്ഞു, നടന്നു. ഒരു രൂപവും ഇല്ല. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ അവിടെ താൻ ടെൻ്റ് അടിച്ചിട്ട് കർത്താവിന് യാഗപീഠം പണിത് തനിക്ക് ദൈവത്തിനുള്ള യാഗം അർപ്പിക്കുന്ന സമയം കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ചായിരിക്കണം അബ്രഹാം വീണ്ടും മുമ്പിലോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്ന് മേൽത്തരമായതിനെ ശൗൽ എന്ത് ചെയ്തു? എണ്ണി വേർതിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ദയ ചെയ്തതല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാം, ഓടിപ്പൊക്കോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം ആദരിക്കാത്തതിനെ ആദരിക്കാൻ നിൽക്കരുത്. ദൈവം എണ്ണാത്തതിനെ എണ്ണാൻ നിൽക്കരുത്. എണ്ണി കൂടെ നിർത്താൻ നിൽക്കല്ല. ദൈവം കാണാത്തതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കരുത്. ദൈവം കാണാൻ ആഗ്രഹിക്കാത്തതിനെ നമ്മൾ കാണരുത്. ദൈവം എണ്ണാൻ ആഗ്രഹിക്കാത്തതിനെ നമ്മൾ എണ്ണരുത്. ദൈവം കൂടെ നിർത്താൻ ആഗ്രഹിക്കാത്തതിനെ നമ്മൾ കൂടെ നിർത്താൻ നിൽക്കരുത്. ദൈവം പറയാത്തത് ചെയ്യരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീരും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീരും. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അവർ ചിലതിനെയൊക്കെ ശാസിക്കേണ്ടതിനെ ശാസിച്ചാണ് അവർ മുമ്പിലോട്ട് പോയത്. ഭത്സിക്കേണ്ടതിനെ ഭത്സിച്ചാണ് മുമ്പിലോട്ട് പോയത്. കണ്ണടയ്ക്കേണ്ടതിനെ കണ്ണടച്ച് അവർ മുമ്പിലോട്ട് പോയി. കണ്ണ് തുറക്കേണ്ടടുത്ത് കണ്ണ് തുറന്ന് അവർ മുമ്പോട്ട് പോയി. ഗർജിക്കേണ്ടടുത്ത് ഗർജിച്ചാൽ മുമ്പോട്ട് പോയി. സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ച മുമ്പോട്ട് പോയി. വാ അടയ്ക്കേണ്ടടുത്ത് വാ അടച്ചാൽ മുമ്പോട്ട് പോയി. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അവർ ചെയ്തേ. ദൈവത്തിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്.
ഇവിടെ അനുസരണക്കേട് ശൗലിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. നമ്മൾ 3 കാര്യം പറഞ്ഞു. 1 അഹങ്കാരം, 2 അസൂയ, 3 അനുസരണക്കേട്, ഒരു വ്യക്തിയുടെ പരാജയത്തെ. ദ ലാസ്റ്റ് വൺ എന്താണെന്നുള്ളത് ശമൂവേലിൻ്റെ തന്നെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ ദൈവമക്കളും വന്നേ. ശമൂവേലിൻ്റെ തന്നെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. അപ്പോൾ നമുക്ക് 6-ാമത്തെ വാക്യം 5 മുതൽ വായിക്കാം. നമുക്ക് 5 മുതൽ വായിക്കാം. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 28-ാമത്തെ അധ്യായം 5 മുതൽ വായിക്കാം. ശൗൽ ഫിലിസ്ത്യരുടെ സൈന്യത്തെ കണ്ടു ഭയപ്പെട്ട് അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശ്രദ്ധിക്കണേ, വളരെ പ്രാധാന്യപ്പെട്ടൊരു ഭാഗമായത്. ശൗൽ യഹോവയോട് ചോദിച്ചാറേ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒന്നും പറഞ്ഞില്ല. സാധാരണ ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരുന്നത്, ഈ വിഷയത്തിന് ദൈവം അടയാളം തന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവശബ്ദം കേട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവഹിതമാണോ? നമ്മളൊരു ദൈവശബ്ദത്തിനും ദൈവാലോചനയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഡിസിഷൻസ് എല്ലാം ദൈവത്തിന് സ്വീകാര്യമാണോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശൗൽ, ഓക്കെ, 7-ാമത്തെ വാക്യം. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ. മൈ ഗോഡ്, ഇയാൾ ഇത്രയും കാലം ആരുടെ കൂടായിരുന്നു ജീവിച്ചേ? ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നത് ആരാ? ഇദ്ദേഹത്തെ വെളിച്ചപ്പാടത്തെ കൊണ്ടാണോ ദൈവം അഭിഷേകം ചെയ്യിച്ചത്? പ്രവാചകനെ കൊണ്ടാണോ അഭിഷേകം ചെയ്യിച്ചത്? ഇദ്ദേഹത്തിന് ഒരു രാജസ്ഥാനം കിട്ടുമെന്ന് പ്രവാചകനാണോ പ്രവചിച്ചേ? ദൈവമാണോ പ്രവചിച്ചേ? അത് വെളിച്ചപ്പാടത്തെയാണോ പ്രവചിച്ചേ? ഇദ്ദേഹത്തെ ഇത്രയും ദിവസം വഴി നടത്തിയത് വെളിച്ചപ്പാടത്തിയുടെ ദർശനം കൊണ്ടാണോ ദൈവിക ദർശനം കൊണ്ടാണോ? ഒരു ക്രൈസിസ് വരുമ്പോൾ എടുക്കുന്നൊരു ഡിസിഷൻ അകത്ത് തന്നെ നമ്മുടെ പക്വതക്കുറവ് റിവീലാകുകയാണ്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മനോനിലവാരം തന്നെ ആകെ മൊത്തം അധപ്പതിച്ചു പോവുകയാണെങ്കിൽ അവിടെ ചിന്തിക്കണം, ഞാൻ ചുമക്കുന്ന ഈ അഭിഷേകത്തിന് ഞാൻ യോഗ്യനാണോ? ഹല്ലേലൂയ. നമ്മളെ ദൈവം അതിൽ നിന്നൊക്കെ റീകോൾ ചെയ്യുക കേട്ടോ. അതിതെല്ലാം പരിശുദ്ധാത്മാ പലരും തിരിച്ചു വിളിക്കുക. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, അപ്പോൾ ആരോടുള്ള ദേഷ്യം? ദൈവത്തോടുള്ള ദേഷ്യം. ദൈവത്തോടല്ല, യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം നൽകിയില്ല. അപ്പൊ ഉത്തരം നൽകാത്തത് കൊണ്ട് എനിക്കൊരു വെളിച്ചപ്പാടത്തെ വിളിച്ചോണ്ട് വാ, അവളെങ്കിലും എനിക്ക് ആലോചന പറഞ്ഞു തരട്ടെ. ഹല്ലേലൂയ. ഓ മൈ ഗോഡ്, എത്ര വേദനിച്ചിട്ടുണ്ടാവും ശൗലിൻ്റെ അകത്തിരുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ തിരുവെഴുത്തിൻ്റെ സുവിശേഷങ്ങൾ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്ന എല്ലായിടത്തും വരും. പക്ഷെ ഞാൻ പോകുന്ന ഇടത്ത് ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നതിനകത്താണ് അവിടുത്തെ കംഫർട്ട്. ഹല്ലേലൂയ. എൻ്റെ ഓരോ റെസ്പോൺസും അവിടുന്ന് വളരെ രീതിയിൽ സെൻസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ബ്ലെസ് ചെയ്യും, ചെറിയ കാര്യങ്ങളിൽ തന്നെ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നൊരു ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാത് പ്യുവറാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഹോളി എന്ന് പറയുന്ന റുആ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവാത്. ശൗൽ തൻ്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും. എന്തൊരു അഹങ്കാരമാണോ ഇത്! വാക്കിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ കർത്താവേ, എനിക്കൊരു ആലോചന. അങ്ങനെ ആ ആളുടെ സ്വഭാവവും സംസാരവും രീതികളും നിശ്ചയവും എല്ലാം മാറും. ഞാൻ ചോദിക്കും, വെളിച്ചപ്പാടിൻ്റെ അടുത്ത് ഞാൻ പോകും. നമ്മുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എത്ര ദേഷ്യത്തിനകത്ത് നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിഷമത്തിനകത്ത് നിന്നായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മുടെ വല്ലാത്ത അന്തർദുഃഖത്തിനകത്ത് നിന്നായിരിക്കും നമ്മൾ പറയുന്നത്. വല്ലാത്ത മുറിവേറ്റ അകത്ത് നിന്നറിയും. പക്ഷേ ആ വാക്ക് മറ്റൊരു വ്യക്തി കേൾക്കുമ്പോൾ മുറിവേൽക്കുന്ന വാക്കാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മുറിഞ്ഞതും അവർ മുറിഞ്ഞതും ഒരുപോലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേരുടെ ദൂതന്മാരും
അപ്പായുടെ മുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരാലോചന കേട്ടില്ല എന്ന് പറഞ്ഞ്, ഒരു ദൈവശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ അങ്ങ് ദുഃഖിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ചാൽ ആ വെല്ലുവിളി പരിശുദ്ധാത്മാവിന് നേരെയാണ്. ഒന്ന് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ അങ്ങ് വിധിച്ച് കളയാം എന്ന് പറഞ്ഞാൽ ആ വെല്ലുവിളി പരിശുദ്ധാത്മാവിനോടാണ്. ദൈവത്തിനെ ശൗലിന് ഉത്തരം കൊടുക്കാൻ തോന്നിയില്ല, ദൈവത്തിനെ ഉത്തരം കൊടുക്കാൻ തോന്നിയില്ല. അപ്പൊ പിന്നെ ഒരു മനുഷ്യന് സാധിക്കുമെന്നാണോ? മനുഷ്യനാണെങ്കിലും പ്രവാചകനാണെങ്കിലും ദൈവം പറഞ്ഞാലേ പ്രവചിക്കും. അപ്പൊ ദൈവത്തിനെ ഉത്തരം കൊടുക്കാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ അപ്പൊ പിന്നെ ഇനി ഒരു വെളിച്ചപ്പാടത്തിയോട് ചെന്നാൽ ഏത് ആത്മാവിൽ ദൈവം കൊടുക്കാത്ത ഉത്തരം കൊടുക്കണം? എന്തേ ശൗലിയ താങ്കൾ അത് ചിന്തിക്കാത്തേ? ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട് ഏൻദോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി, മോനെ ആദ്യ പറ്റൂ, നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വേഷം നീ ധരിച്ചേ പറ്റൂ. നിനക്ക് മറ്റു വഴി പോണെങ്കിൽ നിന്റെ വേഷം മാറിയേ പറ്റൂ. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചതൊക്കെ എന്ത് മീനിങ്ങാ തിരുവെഴുത്തി കിടക്കുന്നത്? എന്തൊരു മീനിങ്ങാ! ശൗൽ വേഷം മാറി. അപ്പം അദ്ദേഹത്തിന്റെ വസ്ത്രം പൊതുജനത്തിന്റെ മുമ്പിൽ ഇദ്ദേഹം പോകുന്ന സ്ഥലത്ത് ധരിച്ചുകൊണ്ട് പോകാൻ പാടില്ലാത്തതും ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ചെല്ലാൻ പാടില്ലാത്തതുമാകുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് പോണേന്ന് ശൗലിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ ആത്മാവിനെ പിടിച്ച് കയറ്റുമൊന്നും വേണ്ട, അതൊന്ന് മനസ്സിലാക്കാം അല്ലേ? അതുകൊണ്ടല്ലേ ഭൃത്യൻ വെളിച്ചപ്പാടത്തി എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വേഷം മാറണമെന്ന് ഭൃത്യൻ പറഞ്ഞില്ല, അങ്ങുള്ളിൽ തന്നെ തോന്നി ഈ വേഷം ധരിച്ചുകൊണ്ട് പോയാൽ നാണക്കേടാ. മക്കളെ, ഈ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ അബ്ബായുടെ ആത്മാവിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് നമ്മൾ ചെന്ന് കയറുന്ന എല്ലാ ഇടവും ഒന്നും ദൈവം സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ അടക്കമുള്ളവർ ചിന്തിക്കണം. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു. അത് മാറ്റിയേ പറ്റൂ. ഈ വസ്ത്രം കൊണ്ട് നിനക്ക് അവിടെ പോകാൻ പറ്റും. നീ എത്തത്തില്ല ഈ വസ്ത്രം കൊണ്ട് പോയാൽ, അതുകൊണ്ടാണ് നീ എത്തത്തില്ല. അല്ലേ? വേഷം മാറിയേ പറ്റൂ. ഇത് നീ ചെയ്തത് ഒരു മുന്നൊരുക്കമായിപ്പോ. എന്നാന്നറിയാവോ? എന്നേക്കുമായി ഈ വസ്ത്രം നീ മാറ്റാൻ പോവാ. എന്നേക്കുമായി വസ്ത്രം നീ മാറ്റാൻ പോവാ ശൗല. നീ അത്ര അതപ്പതിച്ചു പോയി. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു, രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട്. എന്നാ ആത്മാവാ? പരിശുദ്ധാത്മാവെന്നാണോ? ആണോ? അല്ല. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തിത്തരികയും ചെയ്യണമെന്നു പറഞ്ഞു. ഏതാത്മാവിനെ പോയി കൂട്ടുപിടിച്ചു ശൗലേ? വെളിച്ചപ്പാടാത്മാവിനെ പോയി കൂട്ടുപിടിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ മുറിവിൻ്റെ ആഴം കൊണ്ടും മുറിവുണങ്ങാത്ത അവസ്ഥയിലും ഒരല്പ സൗഖ്യത്തിനെങ്കിലും സമാധാനത്തിനെങ്കിലും ഒരാശ്വാസത്തിനെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത മാസമെങ്കിലും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമോ എന്ന് പറഞ്ഞു തരണമേ എന്ന് കേൾക്കാൻ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച ഇടത്ത്, ദൈവഹിതമല്ലാത്ത ഇടത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ തിരുവെഴുത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ അറിവില്ല കാലത്തായിരിക്കാം, അറിവുള്ളതിന് ശേഷമായിരിക്കാം, പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ തിരുവെഴുത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധി പകരണം. കാര്യം എന്നാ? നമ്മുടെ പരാജയത്തിൻ്റെ പല കാരണങ്ങളിലൊന്നതാണ്. നമ്മുടെ മറുപടിയില്ലായ്മയുടെ പല കാരണങ്ങളിലൊന്നതാണ്. നമ്മൾ രക്ഷയില്ലാത്തതിൻ്റെ പല കാരണങ്ങളിലൊന്നതാണ്. ചിലർ ഫോൺ കൊണ്ട് അവിടെ എത്തിക്കാണും, ചിലർ കാലുകൊണ്ട് അവിടെ എത്തിക്കാണും, ശരീരം കൊണ്ട് അവിടെ എത്തിക്കാണും. ഒരാളുടെ നമ്പർ കിട്ടി 10 അക്കം കുത്തി വിളിച്ചത് ദൈവാത്മാവുള്ളവനല്ല എങ്കിൽ, ദൈവാത്മാവിലല്ല എങ്കിൽ, വെളിച്ചപ്പാടാത്മാവിലെങ്കിൽ പരാജയ കാരണങ്ങളിലൊന്നതാണ്.
ഹതുരതലരകൽഖബനഘടക. എനിക്ക് വെളിച്ചപ്പാട് ആത്മാവിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. വാ തുറന്ന് പറഞ്ഞേ, എനിക്ക് വെളിച്ചപ്പാട് ആത്മാവിലൊന്നും വേണ്ടായേ, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മതിയേ, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മതിയേ. എൻ്റെ കർത്താവേ, നീ വെച്ച അവധി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് അങ്ങയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ടായേ. എത്ര ദൈവമക്കൾക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് ഉച്ചത്തിൽ പറയാൻ പറ്റും? എനിക്ക് നാളെ വിസ കിട്ടണം, എനിക്ക് നാളെ ലൈസൻസ് കിട്ടണം, എനിക്ക് നാളെ ബിസിനസ് തുടങ്ങണം, എനിക്ക് നാളെ സന്തോഷം, എനിക്ക് നാളെ കടഭാരം തരണം, എനിക്ക് നാളെ സൗഖ്യം കിട്ടണം. വേണ്ട, കർത്താവ് ഒരാഴ്ച കഴിഞ്ഞ് അവധി വെച്ചെങ്കിൽ അവധി വെച്ച് എനിക്ക് അന്നേരം മതി, അത് അശാശ്വതം എന്ന് ബുദ്ധിയുള്ള എത്ര ദൈവമക്കളുണ്ട്? ബുദ്ധിയുള്ള ആരാധനയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എനിക്കത് മതി, എനിക്ക് കർത്താവ് തരുന്നത് മതി, എനിക്ക് ദൈവം തരുന്നത് മതി, അത് അശാശ്വതം. ഓ ഗ്ലോറി! എത്ര ദൈവമക്കൾക്ക് ഇന്ന് പറയാൻ പറ്റും? എത്ര ദൈവമക്കൾക്ക് പറയാൻ പറ്റും? ചിലർ പറയാറുണ്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട്, ഒന്ന് നോക്കിയിട്ട് പറയാവോ, ഒന്ന് നോക്കി പറയാവോ. ഞാൻ തുറന്ന് പറയട്ടെ, ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ആ മെസ്സേജിനൊന്നും. ഒന്ന് നോക്കിയിട്ട് പറയാമോ, ഇതുവരെ കാര്യങ്ങൾക്ക് ഒരു സെറ്റിൽമെൻ്റ് ആയില്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പറയാവോ, ഒന്നുകൂടെ നോക്കി. ഇതെന്തോ നോക്കാനായി പറയുന്നേ? വെളിച്ചപ്പാട് ആത്മാവിലല്ല ജീവിക്കുന്നേ, ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മോനെ, ആദ്യം പറഞ്ഞത് എനിക്കിപ്പോഴും പറയാവുള്ളൂ, ഒന്നുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ വേറെ കിട്ടത്തില്ല. ഹല്ലേലൂയ! ഇതുവരെ ആ കാര്യം ശരിയായില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ. എന്തുവാ നോക്കി പറയണ്ടേ? ഹല്ലേലൂയ! ഇതിനെ സാത്താൻ യൂസ് ചെയ്യരുത്, ഇതിനകത്തിരിക്കുന്നതും സാത്താൻ യൂസ് ചെയ്യരുത്. ശൗലിൻ്റെ പരാജയത്തിൻ്റെ കാരണം 4 കാര്യങ്ങളിലൊന്ന് വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് പോയതാ, പ്രവചനം കേൾക്കാൻ പോയതാ, ദൂത് കേൾക്കാൻ പോയതാ. പ്രവചനം ദൂതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മൾ ആത്മാവിനെ വിവേചിക്കാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും അകൃപ തന്നേക്കുന്നത്. നമ്മൾ ആത്മാക്കളെ വിവേചിക്കണം, ദൈവത്തിൻ്റെ വഴി പഠിക്കണം, ദൈവത്തിൻ്റെ ചിന്ത പഠിക്കണം, ദൈവത്തിൻ്റെ ആലോചന പഠിക്കണം. എല്ലാ ദൈവമക്കളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാ ദൈവമക്കളും ദൈവസന്നിധി ഹൃദയം പകർന്ന് നമ്മൾ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ലല്ലോ, നിങ്ങളുടെ അറിവില്ലാത്ത സമയത്ത് അങ്ങനെ എങ്ങാനും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നമ്മൾ ദൈവസന്നിധി ക്ഷമ ചോദിച്ച് ഒരു വിടുതലിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. റഫദാല ബൗഠല ഘടക ശബ്ദൽ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് ദൈവം തരുന്നത് മതി എന്നൊന്ന് പറഞ്ഞേ. എനിക്ക് കർത്താവ് തരുന്നത് മതി, എനിക്ക് കർത്താവ് തരുന്നത് മതി, എനിക്ക് ദൈവം ചെയ്യുന്നത് മതി. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. പിതാവേ,
ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ സമയം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ചുറ്റിക്കൊണ്ടതിനായി, ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതേ പിതാവേ, അങ്ങയെ വ്യസനിപ്പിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ അങ്ങയുടെ ആത്മാവിൽ നിന്ന് അകന്നിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവിടുന്ന് ഞങ്ങളെ പണിതെടുക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളെയും റബാക്കായ ഷാറ്റലബ, എല്ലാ ദൈവമക്കളെയും അവിടുന്ന് സ്പർശിച്ചതിനായി നന്ദി. അതേ പിതാവേ, ഞങ്ങൾക്ക് അവിടുന്ന് ഒരു വസ്ത്രം ഞങ്ങളെ അണിയിച്ചിട്ടുണ്ട്, ഒരാത്മീയ വസ്ത്രം, ഒരു അധികാരത്തിൻ്റെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, അനുസരണത്തിൻ്റെ വസ്ത്രം, കൃപയുടെ വസ്ത്രം. ആ വസ്ത്രത്തെ അഴിച്ചു വെച്ചിട്ടുള്ള ഒരു സുഖവും ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഒരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട. പിതാവേ, ഞങ്ങളുടെ ജീവിത കാലയളവിൽ ഇതുവരെ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങയെയോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയോ അങ്ങയുടെ രാജ്യത്തെയോ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സമീപനം, ഒരു പ്രവൃത്തി, ഒരു തീരുമാനം, ഒരു ചിന്ത, ഒരാലോചന, ഒരു മോഹം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, മനസ്സറിഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീക്കിത്തരണമേ. ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ലംഘനങ്ങളും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു. ഞങ്ങളെ ഉദ്ധരിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ, പണിയുവാൻ ഇനിയും ആത്മാവിൽ ശക്തരാക്കണമേ. ഈ ജനത്തെയും അടിയൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹപാത്രമായതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കും, ആശ്വസിപ്പിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.